രജനി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, "സേവതക്കുട്ടി, തൈറോയിഡ് രോഗത്തിന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? തൊണ്ടയിൽ തടസ്സം പോലെ തോന്നുന്നുണ്ട്" എന്നാണ് പറഞ്ഞിരിക്കണത് കേട്ടോ. ഇങ്ങനെ ചോദിക്കുമ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, "ഇതിപ്പോ എന്താ ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള പരിപാടിയായി മാറിയിട്ടുണ്ടോന്ന്?" കുറേ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുകയും ചെയ്തു ട്ടോ. ഇതിലും ഭേദം ഒരു ക്ലിനിക്ക് ഓപ്പൺ ചെയ്ത് അവിടെ ഇരുന്നിട്ട് ഇന്നതിന് ഇന്ന വഴിപാട് എന്നൊക്കെ പറഞ്ഞാ മതിയെന്ന്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. ഇവിടെ എന്നോട് ചോദ്യം ചോദിക്കുന്ന ആരും ഡോക്ടറെ കാണാത്തത് കൊണ്ടോ, മരുന്ന് കഴിക്കാത്തത് കൊണ്ടോ അല്ലാട്ടോ. ഞങ്ങൾ കൃഷ്ണാരി മിത്രങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. ഏത് മരുന്നുകൾ ഫലിക്കണമെങ്കിലും ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം വേണം അതിന് എന്ന്. ആ അനുഗ്രഹത്തിനായിട്ട് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഈ ചോദ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത് കേട്ടോ. തൈറോയിഡ് രോഗത്തിന് ശംഖ് സമർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതൊരമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഡിവോട്ടീസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരമ്മ തൈറോയിഡിന് വേണ്ടിയിട്ട് ശംഖ് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനാണത് ആ അമ്മയ്ക്ക് വേണ്ടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണേ, തൈറോയിഡിന് ശംഖ് സമർപ്പിക്കുന്നത് നല്ലതാണ്. എന്താണ് തൈറോയിഡും ശംഖും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ, തൈറോയിഡ് ഗ്രന്ഥികൾ സാധാരണ കഴുത്തിലാണ് അതിൻ്റെ ആ ഒരു ഫങ്ഷനിങ് വരുന്നത് അല്ലേ. കഴുത്തിനെ നമ്മളെപ്പോഴും ശംഖിനോട് ഉപമിക്കാറുണ്ട്. അതുകൊണ്ടാണ് തൈറോയിഡിന് ശംഖ് എന്ന് ആ അമ്മയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതെന്തായാലും ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടാണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് നിങ്ങളോട് പറയാണ്. തൈറോയിഡ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ശംഖ് സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ ട്ടോ. എത്രയും പെട്ടെന്ന് എല്ലാ അസുഖങ്ങളും മാറട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ.